ലക്കി ബ്ലോക്ക് ഒന്നും ഇല്ലേ? റെയിനിങ് ലക്കി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. നമ്മളെ പറ്റിച്ചെന്ന് തോന്നുന്നു ഗൈസ്. ലക്കി ബ്ലോക്ക് ഒന്നും കാണാനില്ല. ഇതൊന്നും തലയില്ലാത്ത മനുഷ്യൻ. എല്ലാവരുടെയും കയ്യിൽ മറ്റേ ഇതൊക്കെ ഉണ്ട് ഗൈസ്. എന്തായിരുന്നു? കാർപ്പറ്റ്. എനിക്ക് മാത്രം കാർപ്പറ്റ് ഇല്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്, പുതിയൊരു ഇവൻറ്റിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട്. സോ യെസ് ഗൈസ്, സോ ഇവൻറ്റ് തുടങ്ങിയിട്ടില്ല. ഇവൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. സോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, കാരണം ഇവൻറ്റ് തുടങ്ങിയിട്ടില്ലല്ലോ. അതിനു മുമ്പേ എന്തൊക്കെയോ വന്ന് ബെസ്റ്റ് ഉദ്ഘാടനം എൻ്റെ തലക്കിട്ട് തന്നെ. ഓക്കെ, അപ്പം നമുക്ക് എന്താ സംഭവം എന്ന് നോക്കാം. ഗേസ്, ഇവരുടെ കയ്യിൽ സീക്രട്ട് ലക്കി ബ്ലോക്ക് ഉണ്ട്. സോ നമുക്ക് ഇവരെ തുറക്കുന്നത് നമുക്ക് നോക്കാം. ഇവർക്ക് ലക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തുറക്കൂ സിസി. എന്താ തുറക്കാത്തേ? തുറന്നു. എന്താണ് കിട്ടാൻ പോകുന്നത് നോക്കാം. ഓക്കെ, സ്പിന്നൊന്നും ഇല്ലല്ലോ. എന്ത് പറ്റി? ഇവിടെ ഉണ്ട് കേസ് ഒരു സീക്രട്ട് ലക്കി ബ്ലോക്ക്. നമുക്ക് ഇവിടെയും പോയി നോക്കാം. ഓക്കെ, എന്തിനു പറ്റേ, നമുക്ക് നോക്കാം എന്താണ് കിട്ടാൻ പോകുന്നതെന്നുള്ളത്. ശരി എന്നാ. എല്ലാവർക്കും നല്ല ഭാഗ്യമാണ്. ഇത് കണ്ടു ഗൈസ്, ഇവിടെയൊക്കെ ആകെ മാറി. കഴിഞ്ഞ ഇവൻറ്റിൽ സാമി ഇവിടുന്ന് പോകുന്ന ഒരു സംഭവം കാണിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച ഇതാരാ ഈ മൊട്ടത്തലേൻ? കഴിഞ്ഞ ആഴ്ചയുടെ സാമി എണ്ണനായിരുന്നല്ലോ. ഓക്കെ, ഇനി സാമി എണ്ണൻ തലേന്ന് തൊപ്പി ഊരി വെച്ചതാണോ? അറിയില്ല. കഴിഞ്ഞ ആഴ്ച എനിക്ക് വയ്യാത്തതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് ആ വീഡിയോ ഇട്ടിട്ടില്ല ഇതുവരെ. സോ അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുവാന്ന് എനിക്കറിയത്തില്ല. പ്രോബബ്ലി ഇതായിരിക്കും ആദ്യം വരാൻ സാധ്യത. എന്നാലും ഞാൻ അത് ഇടാം, ഡോണ്ട് വറി. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഇവൻ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാമ്യണ്ണനല്ലേ ഇന്ന്? ഇതാരാ? അറിയില്ല. അതുകൊണ്ടാണോ കഴിഞ്ഞ ആഴ്ച താക്കോ ടൂസ്റ്റ് ഇല്ലാത്തത്? ഞാൻ വെറുതെ എണീറ്റിരുന്ന് ചമ്മിപ്പോയി. സീരിയസ്ലി വലിയ കാര്യത്തിൽ ഉറങ്ങാതൊക്കെ ഇരുന്ന് ടാക്കോ ടൂസ്റ്റേ കൂടാന്ന് കരുതി ഇരുന്നതാ. പക്ഷെ അന്ന് ടാക്കോ ടൂസ്റ്റ് ഇല്ലായിരുന്നു. എന്നാലും സാമിയണ്ണൻ എവിടെ പോയി? അറിയില്ല ഗൈസ്, അറിയില്ല. ഗൈസ്, ബേസ് വന്നു. സോ ഇപ്രാവശ്യം നമുക്ക് സാമിയണ്ണൻ്റെ ബേസ് അല്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും നല്ല സാധനം കിട്ടാൻ സാധ്യതയുണ്ടോ, അതോ ഒരു നല്ല സാധനവും കിട്ടാൻ സാധ്യതയില്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ആദ്യം ഈ ലക്കി ബ്ലോക്ക് വെച്ച് തുടങ്ങാം. ഡ്യൂപ്ലിക്കേറ്റിന് വിടാൻ പറ്റുന്നില്ല. എന്തില്ലാട്ടെ, നമുക്ക് ഇതിനെ വെച്ച് തുടങ്ങാം. ഓക്കെ, ഇതെന്തിത്? ഹൈഷ്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മാറി നിൽക്കാം അങ്ങോട്ട്. ഞാൻ പോട്ടെ. ഭാഗ്യം. എന്തിലാകത്? എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഓക്കെ, ഈ ഒരു ലക്കി ബ്ലോക്കും കൂടെ ഉള്ളു ഗൈസ്. കിട്ടിയില്ല, ആ ലക്കി ബ്ലോക്ക് കിട്ടിയില്ല. ഇത് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ ഗൈസ്. ഈ ബ്രെയിൻ ഡോട്ട്. സോ എന്തായാലും നമുക്ക് കിട്ടിയ ലക്കി ബ്ലോക്കൊക്കെ തുറന്ന് നോക്കാം. എന്തായാലും എല്ലാ ലക്കി ബ്ലോക്കും എടുക്കാൻ പറ്റിയില്ല. അതിലൊരു ചെറിയ സങ്കടമുണ്ട്. ആ സങ്കടം മാറാൻ എന്തെങ്കിലും നല്ലൊരു ബ്രെയിൻ ഡോട്ട് കിട്ടിയാൽ മതി. പക്ഷേ അത് കിട്ടില്ലല്ലോ. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. നോക്കാം, എന്തെങ്കിലും തരുമോ? ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, നോർമൽ ഉണ്ട്. പക്ഷെ ഒന്നിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് മാത്രം. ഗൈസ്, ലക്കി ബ്ലോക്ക് വരുന്നു. റെയിനിങ് ലക്കി ബ്ലോക്ക്. നൈസ്. നമുക്ക് ലക്കി ബ്ലോക്ക് എടുക്കാം ഗൈസ്. ഓക്കെ, ഇത് എന്നോട് എടുത്തോളാനാണ്. ഓക്കെ, ഇതെടുക്കാൻ കിട്ടാത്തേ. ഓക്കെ, എനിക്ക് എടുക്കാൻ കിട്ടിയില്ല ഗൈസ്. അതുള്ളി കയറിപ്പോയി. എടുത്തോട്ടെ, അതന്നെ. ഓക്കെ, ഞാൻ എടുത്തോളാം. താങ്ക് യു. അപ്പോൾ ഇനി കുറേ ലക്കി ബ്ലോക്ക് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടും.
ഓക്കെ, നമുക്ക് ഈ ലക്കി ബ്ലോക്ക് കൊണ്ടുവച്ചിട്ട് എന്താ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് നോക്കാം. മിക്കവാറും എന്തെങ്കിലും ഉപകാരമില്ലാത്തൊരു സാധനമായിരിക്കും, എന്നാലും നമുക്ക് തുറന്നു നോക്കാം. ഒരു സീക്രട്ട് തരുമായിരുന്നെങ്കിൽ നമുക്ക് ഫ്യൂസ് ചെയ്യാനെങ്കിലും കൊണ്ടിടായിരുന്നു. ആർക്ക് വേണം കാർലോ? അത് ഗോൾഡ്. ഓക്കെ, ലക്കി ബ്ലോക്ക് ഒന്നും ഇല്ലേ? റെയിനിങ് ലക്കി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. നമ്മളെ പറ്റിച്ചെന്ന് തോന്നുന്നു ഗൈസ്. ലക്കി ബ്ലോക്ക് ഒന്നും കാണാനില്ല. ഇതെന്താ തലയില്ലാത്ത മനുഷ്യൻ? തലയോടെ പോയി? ഐ ഡോണ്ട് നോ. ദേ വരുന്നു ഗൈസ് ലക്കി ബ്ലോക്ക്. ദേ വരുന്നു. ഓക്കെ, പറ്റിച്ചില്ല ഗൈസ്, പറ്റിച്ചില്ല. ഓക്കെ, ഒരു ലക്കി ബ്ലോക്ക് വന്ന്, ഒരേ ലക്കി ബ്ലോക്ക് ഉള്ളൂ. എല്ലാവരുടെയും കയ്യിൽ മറ്റേ ഇതൊക്കെ ഉണ്ട് ഗൈസ്. എന്തായിരുന്നു? കാർപ്പറ്റ്. എനിക്ക് മാത്രം കാർപ്പറ്റില്ല. സങ്കടമൊന്നുമില്ല, എന്നാലും വിഷമവും ഇല്ല. കാരണം കാർപ്പറ്റ് യൂസ്ലെസ് ആണ്. നമുക്ക് നടക്കാൻ കാലുണ്ടല്ലോ, പിന്നെ എന്തിനാ കാർപ്പറ്റ്? നമുക്ക് കാർപ്പറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് കാല് മതി. ഞാനതിൽ സന്തുഷ്ടയാണ്. എനിക്ക് ആകെ ഒരു സങ്കടമുള്ളത് ഇവർക്ക് 3 പേർക്കും വേറെ ബേസ് ഉണ്ട്, എനിക്ക് മാത്രം ഒരു ബേസും ഇല്ല. അതിലെനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷെ എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലാട്ടെ, നമുക്ക് കളിക്കാൻ ഇങ്ങനെ ഒരു പ്രൈവറ്റ് സെർവർ കിട്ടിയത് തന്നെ മഹാഭാഗ്യം. നമ്മൾ ഓവറായിട്ടൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. അത്യാഗ്രഹ ആപത്താണെന്നല്ലേ. അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷിക്കുക. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മുടെ ലക്കി ബ്ലോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1-2 ലക്കി ബ്ലോക്ക് കിട്ടി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നല്ല സാധനങ്ങളൊന്നും കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. എന്നാലും നമുക്ക് ചുമ്മാ എടുത്ത് നോക്കാം. എന്തെങ്കിലും കിട്ടാൻ വേണമായിരുന്നു, എടുത്തു. ഞാനിവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. ഗൈസ്, എന്തായാലും നമുക്ക് നമ്മുടെ ലക്കി ബ്ലോക്കൊക്കെ തുറന്നു നോക്കാം. അതായത് പെട്ടെന്ന് തുറക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുന്ന ലക്കി ബ്ലോക്കൊക്കെ എടുക്കാമല്ലോ. സോ അതുകൊണ്ട് നമുക്ക് തുറന്നു നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, പക്ഷി ഇവിടെ. വാവ്, അടിപൊളി സാധനം. പിന്നെ സീക്രട്ട് ആയതുകൊണ്ട് നമുക്ക് ഫ്യൂസ് ചെയ്യാനെങ്കിലും ഇടാം. ഓക്കെ, ലക്കി ബ്ലോക്ക് കഴിഞ്ഞു. ഇനിയുണ്ടോ ലക്കി ബ്ലോക്ക്? ലക്കി ബ്ലോക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഗൈസ്, തീർന്നിട്ടില്ല. ഇത് കൊള്ളാം. ഓക്കെ, 1, 2. അയ്യോ, പേജിലെ സ്ഥലം തീർന്നു. പെട്ടെന്ന് പോയി ഡിലീറ്റ് ചെയ്യത്തെ. ഓപ്പൺ ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് ഡിലീറ്റ് ആക്ക്. ലക്കി ബ്ലോക്ക് പോവോ? എനിക്ക് ഡൗട്ടുണ്ട്. പോവല്ലേ. ഓക്കെ, പെട്ടെന്ന് ഡിലീറ്റ് ആക്ക്. ഓക്കെ. എന്ത് ലക്കി ബ്ലോക്ക്? അതേ പോണു. ഓ മൈ ഗോഡ്, ജസ്റ്റ് മിസ്. രക്ഷപ്പെട്ടു. അയ്യോ, ഒരു നല്ല സാധനം കിട്ടൂല്ല. എന്നാൽ ഉള്ള ലക്കി ബ്ലോക്ക് പോവാനും സാധ്യതയുണ്ട്. എന്തൊക്കെ കഷ്ടപ്പാടാണോ ദൈവമേ. ഓക്കെ, തോർക്ക്. എന്താണ് ലക്കി ബ്ലോക്കിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? ഞാൻ ഓടിച്ചിട്ട് പിടിച്ചതിൽ നിന്ന്. ആക്ച്വലി സീക്രട്ട് കിട്ടി. അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ഫ്യൂസ് ചെയ്യാനിടാം. നല്ലതാ. ഈ ലെമണേറ്റൊക്കെ ആർക്ക് വേണം? ഞാനുള്ള സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയി ഫ്യൂസ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. എന്താണാവോ കിട്ടാൻ പോകുന്നത്? എല്ലാ നല്ല സാധനവും കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ ഐ ഡോണ്ട് നോ. നമുക്ക് നോക്കാം എന്താ കിട്ടാൻ പോകുന്നതെന്ന്. ഗൈസ്, നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പിന്നെ നമുക്ക് ഗിഫ്റ്റ് തന്നു. താങ്ക് യു സോ മച്ച്. ഓ മൈ ഗോഡ്, നമുക്ക് ഫ്യൂസ് ചെയ്യാൻ എടുക്കാം ഗൈസ്. താങ്ക് യു ഗൈസ്, യു ആർ ദ ബെസ്റ്റ്. ഞാൻ കണ്ടത് വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ആൾക്കാരാണ് നിങ്ങൾ. മീൻസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. ലവ് യു ഗൈസ്. ഗൈസ്, പിന്നെയും ബേസ് വന്നു. സോ നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും നല്ല സാധനമുണ്ടോ എന്ന്. ഓക്കെ, ഇതിൻ്റെ ഇടയിലൊക്കെ സാധനമായതുകൊണ്ട് കാണാമില്ല. എന്നാലും കുഴപ്പമില്ല ഗൈസ്. ലക്കി ബ്ലോക്ക് ഉണ്ട്. നമുക്ക് ലക്കി ബ്ലോക്കിനെ പോലെ തന്നെ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് സീക്രട്ട് ബ്രെയിൻ റൂട്ട്. കാരണം ഇപ്പോൾ ഫ്യൂസ് മെഷീൻ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് സീക്രട്ട് ബ്രെയിൻ റൂട്ട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂസ് ചെയ്യാം. സോ അതുകൊണ്ട് അത് നമുക്ക് എടുക്കണം. ഓക്കെ, നമുക്കിത് എടുത്തുകൊണ്ട് പോവാം. സോ എല്ലാം കൂടെ ആവുമ്പോൾ പാടാണ് ഗൈസ്. എന്നാലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. പേസിൽ സ്ഥലവും കുറവാണ്. എന്ത് ചെയ്യും അല്ലയാ, ഒന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് മാക്സിമം ലക്കി ബ്ലോക്കും സീക്രട്ട് ബ്രെയിൻ റൂട്ട്സും ഒക്കെ എടുക്കാൻ നോക്കാം. നമുക്ക് ഇത്തവണയൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്.
ഇതും കൂടെ ഉള്ളൂ, ബേസ് പോയി. സോ ഇതിനെങ്കിലും എന്തെങ്കിലും ഒരു നല്ല സാധനം കിട്ടുമോ? ആ നൈസ്, വളരെ നല്ലൊരു സാധനമാണ്. നമുക്ക് ഉള്ളതൊക്കെ വെച്ച് ഫ്യൂസ് മെഷീനിൽ കൊണ്ടിടാം ഗൈസ്. പക്ഷേ ബ്രെയിൻ റൂട്ട് ആയില്ല, 3 എണ്ണയുള്ളൂ. ഒന്നും കൂടെ ഉണ്ടെങ്കിലേ ഇടാൻ പറ്റുള്ളൂ. നോക്കാം. ഓ ഗൈസ്, ബാക്ക് റൂംസ് വന്നു ഗൈസ്, ബാക്ക് റൂംസ്. സോ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സീക്രട്ട് ലക്കി ബ്ലോക്ക് കിട്ടും. സീക്രട്ട് കിട്ടുമെന്നറിയില്ല, എന്തായാലും ലക്കി ബ്ലോക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് സീക്രട്ട് ബ്രെയിൻ റൂട്ട്സുകളും കിട്ടും. സോ ഇവിടുന്ന് ഒരു ബ്രെയിൻ റൂട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് കൊണ്ട് ഫ്യൂസ് മെഷീനിൽ ഇടാം. കാരണം 3 എണ്ണം ഓൾറെഡി ഉണ്ടല്ലോ. ഓ ബ്രെയിൻ റൂട്ട് അതൊന്ന് പോവുകയാണെങ്കിൽ എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ എടുത്തിട്ട് പോവാണ്. ഓക്കെ. ഓ ഭയങ്കര സ്പീഡ് കുറവാണല്ലോ, ഒന്ന് സ്പീഡിൽ ഓടിക്കൂടെ? ഐഷ് പിടിച്ച്. അപ്പം നമുക്ക് അവിടുന്ന് ബ്രെയിൻ റൂട്ടും എടുക്കണം, അതേപോലെ ലക്കി ബ്ലോക്കും എടുക്കണം. സോ നമുക്ക് കുറച്ചധികം ഓടേണ്ടി വരും ഗൈസ്. ലക്കി ബ്ലോക്കൊക്കെ എടുക്കാം. ലക്കി ബ്ലോക്ക് എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് ദൂരെ ആയിരിക്കും ലക്കി ബ്ലോക്ക് ഇരിക്കുക. അപ്പോൾ തപ്പി കണ്ടുപിടിച്ച് ലക്കി ബ്ലോക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ വന്ന വഴി മറന്നു പോകും, ഇല്ലെങ്കിൽ നമ്മളെ അടിച്ചിടും. ഇത് രണ്ടുമാണ് മെയിൻ പ്രശ്നം. ഇത് രണ്ടും ഇല്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിക്കായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ താണ്ടി കടന്ന് വേണം എല്ലാം എടുക്കാനായിട്ട്. ഓ ഗൈസ്, എല്ലാം വളരെ പെട്ടെന്നാണ്. ബാക്ക് റൂംസിൽ നിന്ന് കയറിയപ്പോഴത്തേക്കും ബേസ് വന്ന്. ഇനി അങ്ങോട്ടേക്ക് പോകണം ബ്രെയിൻ റൂട്ട് എടുക്കാനായിട്ട്. ഓ മൈ ഗോഡ്, നമുക്കിപ്പോൾ 4 സീക്രട്ട് ബ്രെയിൻ റൂട്ടായി. സോ നമുക്ക് ഫ്യൂസ് ചെയ്യാൻ കൊണ്ടിടാം. ആൻഡ് നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും നല്ലത് കിട്ടുമെന്നറിയാമല്ലോ. ബേസിൽ സ്ഥലം കുറവാണ്, അതാ പ്രശ്നം. പെട്ടെന്ന് ഈ ഫ്യൂസ് ടൈമർ ഒന്ന് സ്കിപ്പ് ചെയ്ത് തരുമായിരുന്നത് നല്ലതായിരുന്നു. അതിന് നമുക്ക് ഈ അലസിയോയിനെ ഒന്ന് സെല്ല് ചെയ്തും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് ഉണ്ട്, അതിലെന്തോരം എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ എടുത്ത ലക്കി ബ്ലോക്കൊക്കെ നമുക്ക് തുറന്നു നോക്കാം. ഒന്നും കിട്ടത്തില്ല, എന്നാലും തുറന്നു കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഞങ്ങൾ സെല്ല് ചെയ്ത് കളയാമല്ലോ ധൈര്യമായിട്ട്. സോ ഓക്കെ, ഇത് സെല്ല് ചെയ്ത് കളയാം. അതിൻ്റെ അടുത്തത് അത് പിന്നെ സ്ഥിരം അത് തന്നെയാണല്ലോ, അതിൽ വലിയ പുതുമയൊന്നുമില്ല. ഫ്യൂസ് ടൈമർ എന്തായാലും സ്കിപ്പായിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്താ കിട്ടാൻ പോകുന്നതെന്ന്. ഓ ഓക്കെ, സാധാരണ കിട്ടുന്ന സാധനം തന്നെ, അതിൽ ഡയമണ്ട് കിട്ടിയെന്ന് മാത്രം, അത്രേ ഉള്ളൂ വ്യത്യാസം. വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ശരി എന്നാൽ ഇനി അപ്പോൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ബാക്ക് റൂംസ് ഇപ്പോഴും ഉണ്ട് കേസ്. നമുക്ക് പോയി വല്ല നല്ല ലക്കി ബ്ലോക്ക് ഉണ്ടോ അല്ലെങ്കിൽ ബ്രെയിൻ റൂട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരാം. ഓട്ടം തന്നെ ഓട്ടാണ് കേസ്. അയ്യോ ബേസ് വന്നാ, ഇനി അതിൻ്റെ അകത്ത് കയറണ്ടേ? ഞാനിപ്പോൾ ബാക്ക് റൂംസിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അവിടെ നിന്ന് ലക്കി ബ്ലോക്കും ബ്രെയിൻ റൂട്ടും ഒക്കെ എടുത്ത് ഇവിടെ വന്നപ്പോഴത്തേക്കും ബേസ് വന്ന്. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് ബ്രെയിൻ റൂട്ടും ലക്കി ബ്ലോക്കും ഒക്കെ എടുക്കണം. ഇനി അതവിടെ കൊണ്ട് വെച്ചിട്ട് ലക്കി ബ്ലോക്കൊക്കെ തുറന്നിട്ട് ആവശ്യമില്ലാത്താണെങ്കിൽ സെല്ല് ചെയ്ത് കളയണം. അത് കഴിഞ്ഞ് സീക്രട്ട് ബ്രെയിൻ റൂട്ട്സ് എടുത്ത് അതുകൊണ്ട് ഫ്യൂസ് ചെയ്യാനിടാം. അയ്യോ ഇത്രയും കാലം ഒരു പണിയില്ല എന്ന് പറഞ്ഞായിരുന്നു സങ്കടം. ഇപ്പൊ പണി കൂടിപ്പോയതാ സങ്കടം. അയ്യോ, ഇത്രയും കാലം പണിയില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും പണി ഒരുമിച്ച് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോൾ മുഴുവൻ പണിയാ. അവിടെ പോകണം, ഇവിടെ വരണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അയ്യോ മടുത്ത്. ഓ മൈ ഗോഡ് ഗൈസ്, ഈ ഒരു ബ്രെയിൻ റോഡിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂസ് ചെയ്യാം. അപ്പോഴത്തേക്കും തലേന്ന് പകുതി ഭാരം ഒഴിയും. പിന്നെ ഇത്ര നേരം എടുത്ത ലക്കി ബ്ലോക്കിൽ നിന്ന് നല്ലതൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ബാക്ക് റൂംസ് പോയി, ബേസ് പോയി, ഫ്യൂസ് ചെയ്യാനിട്ടു, പണികളൊക്കെ തീർന്നു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. എന്നാലും സാമീണൻ എവിടെ പോയതായിരിക്കും അറിയില്ല കേസ്. എന്തായാലും എനിക്ക് ഇന്നത്തെ ഇവൻറ്റിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പഴയ ഇവൻറ്റ്സാണ് കേസ്, അതായത് സാമീണൻ്റെ ഇവൻറ്റ്സ്. ഐ ഡോണ്ട് നോ വൈ, മേ ബി സാമീണനെ കൂടുതലായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും. ലൈക്ക് എപ്പോഴും ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ സാമീണനാണല്ലോ വരാറ്, അതുകൊണ്ടായിരിക്കാം. ലൈക്ക് ഇപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ടു ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരാൾ മാറുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടില്ലല്ലോ. ലൈക്ക് ഇപ്പോൾ സീരിയലൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ലൈക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ആ ഒരു റോള് ചെയ്തുകൊണ്ടിരുന്ന ആൾ മാറി അവിടെ വേറൊരാൾ പുതിയതായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് ഈ ഇവൻറ്റും തോന്നിയത്. സ്ഥിരമായിട്ട് സാമീണനെ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു വേറൊരാൾ വന്ന് ഇവൻറ്റ് ചെയ്തപ്പോൾ എനിക്കെന്തോ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്കിതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പഴയ ഇവൻറ്റ്സ് ആയിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഏത് ഇവൻറ്റ്സാണ് കൂടുതൽ ഇഷ്ടം? ഇന്നത്തെ ഇവൻ്റ് ആണോ അതോ മുമ്പത്തെ ഇവൻറ്റ്സ് ആണോ? ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് പറയട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബ്രെയിൻ ഡോട്ട് ഇൻഡെക്സിലാക്കാൻ കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഫ്യൂസ് മെഷീനിൽ നിന്ന് കിട്ടുന്ന ബ്രെയിൻ ഡോട്ട് അല്ലേ ആണെന്ന് തോന്നുന്നു, അറിയില്ല.
അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതിലെല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഗൈസ്. ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ് ചെയ്യുക. സബ് ചെയ്യാത്തവർക്ക് എല്ലാവർക്കും വേണ്ടി. അതേപോലെ ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാത്ത എല്ലാവർക്കും ഒരു കുഞ്ഞടി. അപ്പോൾ അത്രയുള്ള കേസ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ലൈക്ക് സബ് ചെയ്യാൻ മറക്കല്ലേ.